മിസ് യൂണിവേഴ്സ് വേദിയിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം കത്തുകയാണ്. മിസ് ഇസ്രായേൽ മെലാനി ഷിറാസ് മിസ് പലസ്തീൻ നാദൻ അയൂബിനെ ദുരുദ്ദേശത്തോടെ നോക്കി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് മിസ് ഇസ്രായേൽ മെലാനി ഷിറാസ് നേരിടുന്നത് കടുത്ത വധഭീഷണികളും ബലാത്സംഗ ഭീഷണികളുമാണ്. ഒരു സൗന്ദര്യ മത്സര വേദിയിലെ നിസ്സാരം ഒരു നോട്ടം എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷത്തിന്റെ പ്രതീകമായി മാറിയത്? ഒരു നോട്ടത്തിന് ഇത്ര പവറുണ്ടോ? കേവലം ഒരു നോട്ടം എങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത്? ഈ വിവാദത്തിന്റെ സത്യാവസ്ഥ എന്താണ്? വിശദാംശങ്ങൾ പരിശോധിക്കാം. ഗൾഫിലല്ല, യൂറോപ്പിലല്ല, സംഭവം നടന്നത് തായ്ലൻഡിലെ മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ ചിത്രീകരിച്ച ഒരു വീഡിയോ ക്ലിപ്പാണ് വിവാദങ്ങളുടെ എല്ലാം തുടക്കം. ആ വൈറൽ വീഡിയോയിൽ മിസ് ഇസ്രായേൽ മെലാനി ഷിറാസ് തന്റെ വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ദൃശ്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാവുകയും ചെയ്തു. ഇത് മിസ് പലസ്തീൻ നാദൻ അയൂബിനെ വെറുപ്പോടെ നോക്കുന്നതായും മോശമായൊരു നോട്ടം എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതാണ് ആളുകൾക്ക് കിട്ടിയ ക്ലൂ. ഇസ്രായേൽ പലസ്തീൻ വൈര്യം അറിയാവുന്ന സൈബർ ലോകം ഇതങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ടം വെറുപ്പോടെയുള്ളതും അധിക്ഷേപിക്കുന്നതും ആണെന്ന് പലരും കണ്ണും പൂട്ടി വ്യാഖ്യാനിച്ചു. ഇത് വെറും ഒരു ഗോസിപ്പ് ആയിരുന്നില്ല, മറിച്ച് ഗാസയിലെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പ്രതിഫലനമായി സോഷ്യൽ മീഡിയ ഇതിനെ മാറ്റുകയായിരുന്നു. സംഭവത്തിന്റെ രാഷ്ട്രീയ വ്യാഖ്യാനം ഇങ്ങനെയാണ്. മിസ് യൂണിവേഴ്സ് വേദിയിൽ ഇസ്രായേൽ പാലസ്തീനെതിരെ നടത്തിയ ഒരു അധിക്ഷേപമായി ഈ നോട്ടം ഉടൻ തന്നെ ഓൺലൈനിൽ ആഘോഷിക്കപ്പെട്ടു. ഗാസയിലെ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്വേഷ കമന്റുകളും പിന്നാലെ ഉണ്ടായിരുന്നു. മെലാനിയെ സപ്പോർട്ട് ചെയ്യുന്നവരും വിമർശിക്കുന്നവരും തമ്മിൽ ഒരുതരം സൈബർ യുദ്ധം തന്നെ നടന്നു. എന്നാൽ 27 വയസ്സുകാരിയായ മെലാനി ഷിറാസ് നേരിട്ട ഭീഷണികളുടെ സ്വഭാവം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. മെലാനി ഷിറാസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ മിസ് ജനസൈഡ്, അതായത് മിസ് വംശഹത്യ എന്നതടക്കമുള്ള അധിക്ഷേപങ്ങൾ നിറഞ്ഞു. ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്നും ബലാത്സംഗം ചെയ്യപ്പെടുകയും തലയ്ക്ക് വെടിയേൽക്കുകയും ചെയ്ത ബന്ദികളെ പോലെ നീയും അവസാനിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തുടങ്ങി അതിക്രൂരമായ സന്ദേശങ്ങളാണ് മെലാനിക്ക് ലഭിച്ചത്. ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത ഒരു യുവതി ഒരു നോട്ടത്തിന്റെ പേരിൽ നേരിട്ടത് അതീവ ഗുരുതരമായ ബലാത്സംഗ ഭീഷണികളായിരുന്നു. മെലാനിയുടെ പ്രതികരണം ശ്രദ്ധിക്കണം. ഇവിടെ അവർ പറഞ്ഞത് ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്രമണമാണോ എന്നാണ് ആദ്യം കരുതിയത് എന്നാണ്. അത്രമാത്രം ഭീകരമായിരുന്നു ആ സൈബർ ആക്രമണം. ഡിസ്റ്റോർട്ടഡ് പെർസ്പെക്റ്റീവിലെടുത്ത ഒരു ക്യാമറ ആംഗിളാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതെന്നും താൻ നാദൻ അയൂബിനെ നേർക്കല്ല നോക്കിയതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ ആ നോട്ടം ദുരുദ്ദേശപരമായിരുന്നു. മെലാനി ഷിറാസും മിസ് പലസ്തീൻ നാദൻ അയൂബും സ്റ്റേജിൽ വ്യത്യസ്ത നിരകളിലായിരുന്നു നിന്നിരുന്നത്. മെലാനി നോക്കിയ ദിശ പോലും നാദന്റെ നേർക്കായിരുന്നില്ല എന്ന് പിന്നീട് വന്ന വീഡിയോകളിൽ വ്യക്തമാവുകയും ചെയ്തു. ക്യാമറയുടെ ആംഗിളാണ് ആ നോട്ടത്തിന് തെറ്റായ വ്യാഖ്യാനം നൽകിയത്. മെലാനി തന്നെ ഇത് തുറന്നു പറഞ്ഞു. തന്നെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചുള്ള ഒരു ഫേക്ക് ന്യൂസ് ക്യാമ്പയിൻ ആയിരുന്നു ഇതെന്നാണ് അവരുടെ വാദം. തെറ്റിദ്ധാരണ പരത്തുന്ന ഉള്ളടക്കങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നത് നിരാശാജനകമാണെന്നും മെലാനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ശരിക്കും ഈ നോട്ടത്തിന്റെ പേരിലുള്ള വിവാദം ആകസ്മികമായ ഒരു സംഭവമല്ല, മറിച്ച് ഇരുവരും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ മുൻപ് നടന്ന രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലുകളുടെ തുടർച്ചയാണ് എന്ന് വേണം പറയാൻ. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള നിലവിലെ രാഷ്ട്രീയ വൈര്യമാണ് ഈ ചെറിയ സംഭവത്തെ ഇത്രയും വലുതാക്കിയത്. ഇസ്രായേൽ ചെയ്യുന്നതിനെ വംശഹത്യ എന്ന് നാദൻ അയൂബ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചിട്ടുണ്ട്. മെലാനി ഷിറാസ് അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് അവർക്കിടയിലെ മുൻകാല പോരുകൾ കാരണം ഈ നോട്ടത്തെ ഇരുവരുടെയും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു പ്രതീകാത്മക രംഗമായി ആളുകൾ മാറ്റുകയായിരുന്നു. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിന്റെ വൈകാരികമായ തീവ്രതയാണ് ഈ സംഭവം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഒരു സൗന്ദര്യ മത്സര വേദി പോലും രാഷ്ട്രീയ വിദ്വേഷത്തിന്റെയും വ്യാജ വാർത്തകളുടെയും ഇരയായി മാറുകയാണ്. ഓൺലൈനിലെ ചെറിയൊരു ക്ലിപ്പിന്റെ പേരിൽ ഒരു യുവതി നേരിടുന്ന ഭീഷണികൾ സൈബർ ലോകത്തിന്റെ ഭീകരമുഖം കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. സൗന്ദര്യ മത്സര വേദികളിൽ രാഷ്ട്രീയം ആവശ്യമാണ്. ഈ സൈബർ ആക്രമണം ന്യായീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് മാത്രം പറയുന്നു.